അപ്പോൾ ട്രാവൽ ഓഫ് ടുഡേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ കൊല്ലം ജില്ലയിലെ തെന്മല എക്കോ ടൂറിസത്തിലേക്കാണ്. അതായത് പുനലൂരിൽ നിന്നും നമ്മൾ തെങ്കാശിയൊക്കെ പോകുന്ന റൂട്ടിലുള്ളൊരു ഭാഗമാണ്, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ആ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഒരു ഭാഗങ്ങളുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ സന്ദർശിച്ച് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഉദ്ദേശം കേട്ടോ. നമ്മളിപ്പോൾ യാത്ര ഇപ്പം നിങ്ങൾ കാണുന്ന നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ മണിമലയ്ക്കും പൊൻകുന്നത്തിനും ഇടയിലായിട്ട് വരുന്ന മൂലേപ്ലാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലെ വളവുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സൂക്ഷിച്ച് മാത്രമേ വണ്ടി നിങ്ങൾ ഓടിക്കാവുള്ളൂ. നമ്മളിപ്പോൾ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ടാണ് ഈ റോഡ് ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് പണി കഴിപ്പിച്ച് വന്നിട്ടുള്ളത്. കാരണം നിസ്സാര സമയം കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു വഴി നമുക്ക് തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ പോലും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക്, അതായത് നമ്മൾ നേരെ റോഡ് നേരെ വരുന്നത് ഇവിടുന്ന് റാന്നി, മണിമല, അവിടുന്ന് പൊൻകുന്നം, പാല അങ്ങനെ കണക്ട് ചെയ്ത് പോകാനായിട്ടൊക്കെ പറ്റും. മണിമലയാറാണ് ഇടത് സൈഡിൽ കാണുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ആറിന് സമാന്തരമായിട്ടാണ് ഈ റോഡ് പോകുന്നത്. അപ്പം ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല വെള്ളമൊക്കെയുള്ള സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാൻ വേണ്ടി സാധിക്കും. നല്ല വഴിയാണ്. ഇവിടെ പുതിയതായിട്ട് പെട്രോൾ പമ്പുകളൊന്നും സ്ഥാപിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ മണിമല ടൗണിലേക്ക് ഏകദേശം ഇപ്പം എത്തിച്ചേരും. അങ്ങനെ നമ്മൾ മണിമല ടൗണിൻ്റെ തൊട്ട് സമീപത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ വിശദമായിട്ടുള്ള ഒരു സൈൻ ബോർഡുണ്ട്. ആ ബോർഡിൽ നമുക്ക് ഇട സൈഡിലേക്ക് പോയാൽ പത്തനംതിട്ട, അതുപോലെ പുനലൂർ, ആ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം സൈഡിലേക്ക് അടൂർ, അങ്ങനെ ആ ഡയറക്ഷനെല്ലാം ആ ഭാഗത്തേക്ക് പോകാം. നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പത്തനാട്, നെടുങ്കുന്നം, ചങ്ങനാശ്ശേരി, അറുകച്ചാൽ, അങ്ങനെ ആ ഒരു റൂട്ടാണ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് മണിമല പാലം. വളരെ, അതായത് 6 ലെവലിൽ നിന്നും വളരെ ഹൈറ്റ് നിൽക്കുന്ന പാലമാണ്. ഈ പാലം ഇതുവരെ വെള്ളമൊന്നും കയറിയിട്ടില്ല. ഇതിന് താഴെ ഒരു കൊച്ചുപാലമുണ്ട്. ആ പാലം പണ്ട് സായിപ്പ്മാരുടെ കാലത്ത് പണിയെടുപ്പിച്ചൊരു പാലമാണ് കേട്ടോ. വളരെ മനോഹരമായ യാത്രയാണ്. അവിടെ നമ്മൾ കുറച്ച് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൊന്തമ്പുഴ ടൗണ് പാസ് ചെയ്ത് നമ്മൾ പൊന്തമ്പുഴ വനത്തിലേക്ക് കയറും. പണ്ടൊക്കെ ഒരുപാട് ദുരൂഹതകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വനമാണ് ഈ പൊന്തമ്പുഴ. രാത്രി കാലങ്ങളൊന്നും ആളുകളൊന്നും അധികം യാത്ര ചെയ്യത്തൊന്നുമില്ലായിരുന്നു. പല അപകടങ്ങളും അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും മോഷണവും ഒക്കെ ഉണ്ടായ സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ മാറി റോഡൊക്കെ വിപുലീകരിച്ച് വലിയ രീതിയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നുമില്ല. ഇന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഫോറസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ചേരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പ്ലാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ശബരിമലയ്ക്ക് പോകേണ്ട ആളുകൾ നമ്മുടെ മുണ്ടക്കയം ഡയറക്ഷനിൽ നിന്നും എരുമേലി ഡയറക്ഷനിൽ നിന്നും ഒക്കെ നമ്മൾ പ്ലാച്ചേരി ആ സൈഡിലേക്ക് പോകുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ ഇവിടുന്ന് നമ്മൾ എരുമേലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കയറി നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മുണ്ടക്കയം ആ സൈഡിൽ നിന്ന് വരുന്ന ആ റോഡുമായിട്ട് കണക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടുന്ന് വീണ്ടും മുന്നോട്ട് നമ്മളിങ്ങനെ നേരെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്തിച്ചേരുന്നത് റാന്നി എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിലേക്കാണ്. എല്ലാവരും കേട്ടിട്ട് കാണും നമ്മുടെ റാന്നി എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ പ്രളയം ഉണ്ടായി 2017 പ്രളയകാലത്ത് ആദ്യമായിട്ട് ഏറ്റവും ആദ്യം തന്നെ വെള്ളം കയറിയ ഒരു പട്ടണമാണ് നമ്മുടെ റാന്നി എന്ന് പറയുന്നത് കേട്ടോ. ആ റാന്നിയോടെ നമ്മൾ പാലമുണ്ട്, നദിയുണ്ട്, പമ്പാ നദിയുണ്ട്. നദി ഈ വെള്ളം പൊങ്ങിയതിനേക്കാളുപരി പല ഡാമുകളും, ചെറിയ ചെറിയ ഡാമുകളൊക്കെ ഉണ്ട്, കക്കി ഡാം പോലെ ഡാമുകൾ, അങ്ങനെ പല ഡാമുകളും തുറന്ന് വിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അത്രയും വലിയ രീതിയിലുള്ള വെള്ളം കുതിച്ച് കയറാനുള്ള കാരണം ഉണ്ടായത്. അന്ന് അവിടുത്തെ MLA രാജു എബ്രഹാമായിരുന്നു തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവിടെ നല്ല രീതിയിൽ അതിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ വേണ്ടിയൊക്കെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു അത്യാവശ്യം നല്ല ടൗണാണ്. കാരണം വലിപ്പമുള്ള ടൗണാണ്. ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലേക്ക് വനമേഖലകളുണ്ട്. ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വനമേഖലയുണ്ട്. നമുക്ക് വലത്തേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവല്ല, മല്ലപ്പള്ളി ഇങ്ങനെ തുടങ്ങിയ ഭാഗത്തേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇനി നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ റാന്നി പാലം. നമ്മൾ റാന്നി പാലത്തിലേക്ക് കയറുകയാണ്. അത്യാവശ്യം ഹൈറ്റിലുണ്ടെന്ന് പറഞ്ഞാലും അത്യാവശ്യം അതിൻ്റെ പല ഭാഗത്തൂടെ സൈഡ് വഴിയൊക്കെ അങ്ങേ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം വെള്ളം കയറി വളരെ വീതിയുള്ള ഒരു ഭാഗമാണ് ഇത്. നദിയുടെ ഈ ഒരു ആറിൻ്റെ വളരെ വീതിയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റാന്നി ബസ് സ്റ്റാൻഡിലൊക്കെ മുഴുവൻ പ്രളയകാലത്ത് വളരെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പല വാർത്തകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അവിടെ നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം മണ്ണാർക്കുളിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്. കാരണം ഇത് ശബരിമലയ്ക്ക് തിരിയുന്ന നമ്മളിവിടെ നേരത്തോട്ടാണ് കേട്ടോ. ഈ റോഡിൽ അപകടങ്ങൾ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ റൂട്ടിൽ പോകുന്ന ആളുകൾ പ്രത്യേകം വന്ന് ശ്രദ്ധിക്കണം. കാരണം അവിടുന്ന് സ്വാമിമാർ തിരുവനന്തപുരം ആ ഒരു ഡയറക്ഷനിൽ വരുന്ന സ്വാമിമാർ ഈ വഴി കയറി വരാൻ ചാൻസ് ഉണ്ട്. പത്തനംതിട്ട സൈഡിൽ നിന്ന് വരുന്നവർ വരും. അപ്പോൾ ഇവിടുന്ന് ആ ഒരു ടേണിങ്ങും
ആ ടേണിങ്ങിൽ നിന്ന് ഒരു ഡീവിയേഷനും എല്ലാം കൂടെ വരുമ്പോൾ ആകപ്പാടെ ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് എത്തുന്നവർ വളരെ അത് ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിച്ച് വരാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുന്നത് നമുക്ക് വളരെ നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇവിടെ നിന്നൊക്കെ ഈ പോകുന്ന റോഡുകളിൽ ഈ റോഡിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈഡിലേക്ക് ഒരു സ്ലോപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലെവലായിട്ടാണ് ഈ റോഡ് പോയിരിക്കുന്നത്. ഇങ്ങനെ ഈ റോഡ് പണിയാൻ സാധിക്കത്തുള്ളൂ. അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടേണിങ് എടുക്കുന്ന സമയത്ത് ഇപ്പം ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മൾ ഈ ടേണിങ് എടുത്ത് നല്ലപോലെ ശ്രദ്ധിച്ചല്ലെങ്കിൽ നമ്മൾ പോകുന്നത് 2 വീലർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റോങ് സൈഡിലേക്ക് കയറി ചെല്ലും. അവിടെ നിന്ന് വരുന്ന വണ്ടിയും അതുപോലെ റോങ് സൈഡിലേക്ക് വരും. അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള സംസ്ഥാന പാതകൾ അല്ലെങ്കിൽ നാഷണൽ ഹൈവേകൾ ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക കേട്ടോ. അതുപോലെ ഇങ്ങനെ എത്തിച്ചേരുമ്പോൾ ഇവിടെ ഒരു തീരെ നാരോ ആകുന്നുണ്ട് ഈ റോഡിൻ്റെ ഭാഗം. അവിടെ ഇപ്പോൾ വീതി കൂട്ടി അങ്ങോട്ട് എടുക്കാനുള്ള അവിടെ വീടിരിക്കുന്നുണ്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്താണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ അറിയത്തില്ല. ആ ഭാഗം തീരെ വീതി കുറവാണ്. അവിടെ എത്തുമ്പോൾ മേളിൽ നല്ല റോഡ് വേണം, നല്ല ഇറക്കമാണ്. അപ്പം വരുന്ന ആളുകൾ നല്ല അലേർട്ടായിട്ട് അവിടെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഈ ഡയറക്ഷനിൽ വരുന്ന ആളുകൾ മണിമല ഭാഗത്തു നിന്നും റാന്നി കഴിഞ്ഞ് നമ്മുടെ പത്തനംതിട്ട സൈഡിലേക്ക് പോകുന്ന ആളുകൾ. ഇനിയിപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് മൈലപ്ര എന്ന് പറയുന്ന സ്ഥലമാണ്. മൈലപ്ര എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ടൗണിലേക്ക് തിരിയുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ റൈറ്റിലേക്ക് നമ്മൾ കയറി 1 കിലോമീറ്റർ ഉള്ളിൽ പത്തനംതിട്ട ഒരു ബൈപ്പാസ് പോലെ നമ്മളിങ്ങനെ പാസ് ചെയ്തങ്ങ് പോവുകയാണ്. നമുക്കിവിടെ റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അടൂർ ആ ഒരു പന്തളം ആ ഒരു സൈഡിലേക്ക് പോകാനായിട്ട് നമുക്ക് അവിടെ നിന്ന് തിരിഞ്ഞു അങ്ങ് പോവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ച് എളുപ്പം. നമ്മളിപ്പോൾ പോകുന്നത് ഏകദേശം കോന്നി ഡയറക്ഷനാണ്. കോന്നി, പത്തനാപുരം, പുനലൂർ അങ്ങനെ പോകുന്ന ഡയറക്ഷനാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വഴികളൊക്കെ നല്ല സൂപ്പർ വഴിയാണ്, നമുക്കൊന്നും പറയാനില്ല, നല്ല അടിപൊളി വഴിയാണ്. നമ്മളിപ്പോൾ കോന്നി ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കോന്നി അറിയാമായിരിക്കും. കോന്നി എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് കോന്നി സുരേന്ദ്രൻ അല്ലേ പേര് കേട്ട ആനയാണ്, നമ്മുടെ താപ്പാനയാണ് കോന്നി സുരേന്ദ്രൻ. അപ്പോൾ നമ്മൾ കോന്നിയിൽ ഒരു ആനയുടെ ഇതുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഉള്ള ആനകളെയും ആനക്കൂടും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതുള്ളത് ഈ കോന്നി ഭാഗത്താണ് കേട്ടോ. ഇവിടെ നമുക്ക് തിരിഞ്ഞു പോയാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടൗണാണ് കോന്നി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനാപുരത്തേക്കാണ്. പത്തനാപുരം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ആരായിരിക്കും? ഗണേഷ് കുമാറാണ്, നമ്മുടെ മിനിസ്റ്ററാണ്. പുള്ളിയുടെ സ്ഥലമാണ്, മണ്ഡലമാണ് പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലം. അവിടെ അല്ലെങ്കിലും അത്യാവശ്യം പേര് കേട്ട ഒരു സ്ഥലമാണ് പത്തനാപുരം എന്ന് പറയുന്നത്. പത്തനാപുരം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് നമ്മൾ ഏകദേശം ആ ഒരു ഡയറക്ഷനിലല്ലേ, നമ്മൾ കൊല്ലം ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നു. പത്തനംതിട്ട കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പത്തനാപുരം എന്ന് പറയുന്നതും അത്യാവശ്യം നല്ല ടൗണാണ്. നല്ല അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് പത്തനാപുരം. ഇവിടുന്ന് നമുക്ക് പല ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും കേട്ടോ. കണ്ട പുനലൂരുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുനലൂർ. നമ്മൾ പോകുന്നത് നമ്മൾ പറഞ്ഞല്ലോ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ്. അതിൻ്റെ ആ ഒരു ലാസ്റ്റത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് അതായത് പുനലൂരാണ്. അപ്പോൾ നമ്മൾ പുനലൂർ മുമ്പായിട്ട് വരുന്ന ടൗണാണ് പത്തനാപുരം. നമ്മളിപ്പോൾ പുനലൂരിൻ്റെ ഏകദേശം ആ ഒരു റീച്ചിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പാലമാണ് അതിൻ്റെ ഒരു സൈൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വഴികൾ കുറച്ചും കൂടെ വലിയ തോതിലുള്ള വലിയ ടൈപ്പ് വണ്ടികളാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന പോലെയുള്ള ഇതേ കിടക്കുന്ന ഈ ടാങ്കർ പോലെ നമ്മുടെ ഈ മിക്സിംഗ് യൂണിറ്റ് പോലെയുള്ള ഇത്തരത്തിലുള്ള വലിയ ടാങ്കറുകളുണ്ട്. ഈ വണ്ടി ഇങ്ങനെയുള്ള വണ്ടികൾ ഇത് ലോങ് ചേസ് വണ്ടികളാണ്. ഈ വണ്ടികൾ ചെറിയ ടേണിങ്ങിലൊക്കെ ഈ വണ്ടികൾ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പോകുമ്പം എപ്പോഴും നമ്മൾ സാധാരണ പോകുന്ന റോഡിന് കൊടുക്കുന്നതിനേക്കാളും ഒരു ശ്രദ്ധ ഈ ഒരു ഭാഗങ്ങളിൽ. ഇപ്പോൾ ഇവിടെ അത്ര പ്രശ്നമില്ലെങ്കിലും ബാക്കി ഞാൻ മുന്നോട്ട് വരുന്ന സ്ഥലങ്ങളിൽ അത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വളരെ നല്ല റോഡാണ്, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു റെയിൽവേയുടെ ഒരു പാലം നമുക്ക് മേളിക്കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് പുനലൂർ ടച്ച് ചെയ്ത് നമ്മുടെ തമിഴ്നാട് ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു റെയിൽവേ ബ്രിഡ്ജാണ് കേട്ടോ മേളിക്കൂടെ പോകുന്നത്. റെയിൽവേ പാളമാണ് മേളിക്കൂടെ പോകുന്നത്, ഓവർ ബ്രിഡ്ജല്ല. അങ്ങനെ പുനലൂർ നമ്മൾ ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പുനലൂർ ടൗൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ പുനലൂർ തൂക്കുപാലം, നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇവിടെയാണുള്ളത്. ഇവിടെ നമ്മൾ വലത് സൈഡിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം ആ ഒരു ഡയറക്ഷനിലേക്കും, ഇടത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തെന്മല, തെങ്കാശി, ചെങ്കോട്ട ആ ഒരു ഡയറക്ഷനാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇപ്പം ആ പാലം നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് ടേൺ ചെയ്യുകയാണ്.
ഇതുണ്ട് ആ കാണുന്ന വല സൈഡിൽ കാണുന്ന നമ്മുടെ ഈ പാലത്തിന് സമാന്തരമായിട്ട് കാണുന്ന അതാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം കേട്ടോ. ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തൂക്കുപാലമാണ് ശരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നത്തില്ല, പക്ഷേ ആ കമ്പി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കേട്ടിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. കാരണം ഇത് ഏറ്റവും വർഷങ്ങൾ, അതായത് ഏകദേശം ഒരു 150 വർഷത്തിനടുത്തായി. പണ്ടത്തെ കാലത്ത് ഇത് സായിപ്പന്മാർ പണികഴിപ്പിച്ച പാലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് ഇത്ര ഒരു ലൈഫും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പോഴും ഇതിലെ ഒരുപാട് കാണികൾ സന്ധ്യയൊക്കെ വൈകുന്നേരം ഒരു ഈവനിങ് ടൈമിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ നമ്മുടെ ഒരു പാർക്ക് പോലെ വന്നിരിക്കുകയും അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പാലത്തിലുണ്ട്. ഒരു പുരാവസ്തു വകുപ്പിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. 150 ഏകദേശം ഒരു 147 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു പാലത്തിന്. നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന പോലെയുള്ള സുർക്കി മിശ്രിതമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഈ സംരക്ഷിത സ്മാരകം കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും 1968 പ്രാചീന സ്മാരക പുരാവശിഷ്ട നിയമത്തിലെ 30-ാം വകുപ്പ് പ്രകാരം 3 മാസത്തോളം വരാവുന്ന കഠിനവും 5,000 രൂപയോളം പിഴയും കിട്ടും കേട്ടോ. ജില്ലാ കളക്ടറുടെ ഓർഡറാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു സ്മാരകം പോലെ നിലനിൽക്കുന്നുണ്ട്. കാണാം. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി അറിയാൻ വേണ്ടി പറ്റും. ഉണ്ടോ, ഇത് ഇപ്പം നിലവിൽ തടിയാണ് അല്ലേ. തടിയുടെ എല്ലാ പാലവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു തടിയുടെ ആ ഒരു കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ആ പണ്ട് ഇട്ടത് തന്നെ ആകാനാണ് ഒരു 99% ചാൻസ്. കാരണം അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി അവിടെ ഉണ്ട്. കാരണം ആ രീതിയിലാണ് അതിൻ്റെ ആ ഒരു എൻജിനീയറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് കേട്ടോ. അന്നത്തെ കാലത്തെ ആളുകളെ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടെ ഒരു സൃഷ്ടി എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ ക്വാളിറ്റിയാണ് ആ ഒരു മെറ്റീരിയലിനും കാണുന്ന ആ ഒരു കമ്പിക്കുമൊക്കെ. കാരണം ഈ കല്ലിനൊക്കെ ആണെങ്കിൽ പോലും അത് ഇത്രത്തോളം അവരത് ചെയ്തെടുത്തിരിക്കുന്നത്, അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ബലമാണ് അതിനൊക്കെ. കാരണം അതെല്ലാം ചെയ്തിരിക്കുന്നതൊക്കെ കുറേ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ വളരെ വലിപ്പത്തിലുള്ള നട്ടുകളും ബോൾട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് കല്ലട നദിയാണ്. കല്ലട കേട്ടോ. ഈ കല്ലട നദിയിലാണ് ഇത് ശരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗങ്ങളിലൊക്കെയാണ് നമ്മുടെ തെന്മല ഡാമൊക്കെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇത് നമ്മൾ ആ കൂട്ടത്തിലൊന്ന് നമ്മുടെ പോകുന്ന ഭാഗങ്ങൾ ഇതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകണം എന്നോർത്തു. അതുകൊണ്ടാണ് ഇതുകൂടെ കാണിച്ചുകൊണ്ട് പോകുന്നത്. കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇതൊരു പുതിയ കാഴ്ച ആയിരിക്കാം. കണ്ടിട്ടുള്ളവർക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ഫീല് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. 1877 ഈ ഒരു തൂക്കുപാലം ഇവിടെ നിർമ്മിതമായത്, ഇവിടെ സ്ഥാപിച്ചത് കേട്ടോ. അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ആ ഒരു നിർമ്മിതിയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി. നമുക്കവിടെ പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന എല്ലാവർക്കും ആ ഒരു മൈൻഡ് കിട്ടുമായിരിക്കും. നമ്മുടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം ആ കല്ലിൻ്റെയൊക്കെ ആ ഒരു സ്ട്രക്ചർ അല്ലെ അതിൻ്റെ ആ ഒരു എൻജിനീയറിങ് ഒരു വൈഭവം അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്റിവിറ്റി നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പഴയ ആ ഒരു കാലത്തെ ഇത്രയും നമ്മുടെ ഇന്നത്തെ കാലത്ത് അത്രയും തന്നെ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഭംഗിയായ രീതിയിൽ ഇത്രയും ബലപുഷ്ടമായ രീതിയിൽ ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ എന്താ അതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടുന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് മെയിനായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ കലയനാട് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇവിടം തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടം മുതൽ അങ്ങോട്ട് റോഡ് വളരെ ഡേഞ്ചറാണ്. നിങ്ങൾ തെന്മലയ്ക്ക് പോകുന്ന റോഡാണ്. അതായത് പുനലൂരിൽ നിന്നും തെന്മലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ വണ്ടി പോകുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോയിലെ ഹൈലൈറ്റ് പോയിൻ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ 3 വീലറും അതുപോലെ തന്നെ 2 വീലേഴ്സ്. പ്രത്യേകം ഇവിടെയൊക്കെ കുഴികളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ഏറ്റവും കൂടുതൽ അധികം ബൈക്ക് യാത്ര ആയിട്ടുള്ള ആളുകൾ അല്ലേ, ഇപ്പം പിള്ളേർ സെറ്റൊക്കെ ഒരുപാട് പേരിങ്ങനെ കമ്പനി കൂടി പോകുന്ന വഴിയാണ്. കാരണം ഈ കുഴികളൊക്കെ അടുത്തെത്തുമ്പോഴേ കാണത്തുള്ളൂ. നമ്മൾ കുഴി ചാടിയെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ പോയി നമ്മൾ താഴെ വീഴുകയും ചെയ്യുന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ അപകടം കൂടാനുള്ള സാധ്യത വലിയ തരത്തിലുള്ള ലോറികൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഈ ഒരു കുഴി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഗർത്തമാണ്. അത് ചെറിയ കുഴിയൊന്നും അല്ലത്,
ഭയങ്കര വലിപ്പത്തുള്ള കുഴിയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ബൈക്കുകാരൊക്കെ വളരെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ആ കുഴിക്കകത്ത് നമ്മൾ വണ്ടി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി മറിഞ്ഞിരിക്കും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ഞങ്ങളൊക്കെ പയ്യെ 30-20 കിലോമീറ്റർ സ്പീഡിൽ പോയതുകൊണ്ട് മാത്രമാണ് നമ്മളത് കണ്ടതും അതിനെപ്പറ്റി കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഉണ്ട് ഇത്തരത്തിലുള്ള ലോറികളൊന്നുമല്ല, ഇതിനേക്കാളിലൊക്കെ വലിയ ഭയങ്കര നീളത്തിൽ ലോറികൾ ഇറങ്ങി വരും. നമ്മൾ ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ ആ ലോറി നമ്മളുമായിട്ട് നമ്മുടെ ദേഹത്ത് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിച്ച് ഈ റൂട്ടിലൂടെ പോകാവുള്ളൂ. പിന്നെ ചെറിയ വളവുകളാണ്, മൊത്തം ചെറിയ വളവുകളൊക്കെയാണ്. നമ്മളൊരു ഹിൽ സ്റ്റേഷൻ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല, എന്നാലും തണുപ്പ് കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല, ചെറിയ തോതിലൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ അപകടം നിറഞ്ഞ വഴികളാണെന്നുള്ളത് ഇതിൻ്റെ ഒരു ചിലപ്പോൾ ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത്ര തോതിലായിരിക്കും. തമിഴ്നാട്ടിൽ നിന്നും പോകുന്ന വണ്ടികളൊക്കെയാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ചെങ്കോട്ട ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ കയറി തുടങ്ങുമ്പോൾ മുതൽ വളരെ കാണാൻ നല്ല രസമാണ് കേട്ടോ. കാരണം ഇട സൈഡിൽ കുറേ പാറക്കെട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ ഒരു ദിവസത്തെ, അതായത് രാവിലെ നമ്മൾ ഇറങ്ങിയാൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് തിരിച്ചു വരാൻ പറ്റിയൊരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ തെന്മല എക്കോ ടൂറിസം കേട്ടോ. ഇനി നമ്മളവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വ്യൂ പോയിൻറ്റിലാണ്. നമുക്കിപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ചെക്ക് ഡാം പോലെ സംഭവം കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മുടെ കല്ലട ആറാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ, അതായത് നമ്മുടെ തെന്മല ഡാം കഴിഞ്ഞ് അല്ലെങ്കിൽ കല്ലട ആ ഡാം കഴിഞ്ഞിട്ട് വരുമ്പോൾ താഴെ കാണുന്ന ഭാഗമാണ്. നമുക്കിത് തിരിച്ചു വരുമ്പം ഞാനവിടെ ഇറങ്ങി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിക്കപ്പ് യുവർ ലുക്കൗട്ട് അതാണ് ഇതിൻ്റെ നമ്മളവിടെ നിന്ന് വരുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ അതിൻ്റെ വലിയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കവിടെ കയറി നിന്ന് ഒരുപാട് ആളുകൾ അവിടെ കയറി നിന്ന് നല്ലൊരു ഭംഗി ആസ്വദിക്കുന്നുണ്ട്. വനമേഖല പോലെ തോന്നുമെങ്കിലും അതിൻ്റെ സൈഡിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റബ്ബറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ റബ്ബർ തോട്ടങ്ങളുടെ ഈ സൈഡ് വഴി എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ നിന്ന് കയറിയതിനെക്കാട്ടിലും നമുക്ക് ഒരു നില കൂടി മേളിലേക്ക് കയറി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ വിസിബിലിറ്റി കൂടുതൽ കിട്ടും. ഇതപ്പോൾ ആ ഒരു ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ വൈഡായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അതിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി സാധിക്കും കേട്ടോ. ആ കാണുന്ന റോഡ് വഴി നമുക്ക് വണ്ടി ഓടിച്ച് അതിൻ്റെ ഇവിടെ ഈ എൻഡ് വരെ, പാലത്തിൻ്റെ അവിടം വരെ നമുക്ക് വണ്ടി വരത്തില്ല. അതിൻ്റെ തൊട്ട് ബാക്കി വരെ വണ്ടി വെച്ചിട്ട് നമുക്ക് അതിൽ നടന്ന് വന്നിട്ട് ഇതിലൂടെ പാസ് ചെയ്ത് അങ്ങ് അറ്റം പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ തെന്മലയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ തെന്മല പോയിട്ട് നമ്മുടെ ആ ഒരു എക്കോ ടൂറിസം ഭാഗത്തേക്ക് തിരിയുകയാണ്. നമ്മുടെ ഡാമിൻ്റെയൊക്കെ ആ ഒരു സൈഡിലേക്ക് വലത്തോട്ട് നമ്മൾ തിരിഞ്ഞു പോവുകയാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ കയറി കഴിയുമ്പം ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും. അവിടെ പല ഭാഗത്തും ചില മൃഗങ്ങളൊക്കെ പാസ് ചെയ്യുന്നതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വളരെ മോശമായ രീതിയിൽ ഉള്ള സകലമാന വേസ്റ്റുകളും കൊണ്ട് അവിടെ തള്ളിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ പോകുന്ന വഴിക്ക് വല്ലാത്ത ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തൊക്കെ എത്തും നമുക്ക് കിട്ടും. കാരണം ഈ വണ്ടിയിലൊക്കെ വേസ്റ്റ് കൊണ്ട് തള്ളിയിരിക്കുന്ന എല്ലാം കൂടുതലും ആ ഭാഗത്തൊക്കെയാണ്. വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികളൊക്കെയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അതോറിറ്റി അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ച് അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് വരുമ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ സെൻറ്റുറിനിയുടെ ഒരു ഇതാണ്. ഇവിടെ നിന്നാണ് നമുക്ക് അത്യാവശ്യം പല ഭാഗത്തേക്കുള്ള പല ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ടുള്ള പാസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, അവരാണ് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിങ്, കുട്ടവഞ്ചി സവാരി ഉണ്ട്, ട്രെക്കിംഗ് ഉണ്ട്, ജംഗിൾ സവാരി, ജംഗിൾ ക്യാമ്പിങ്, നൈറ്റ് ജീപ്പ് സവാരി,
ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ ഓഫീസും കൂടെ കൂടിയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് കാണുന്നത്. അതിൻ്റെ ഒരു 8 പോസ്റ്റ് പോലുള്ള സംഭവമാണത്. അപ്പോൾ അവിടെ സ്റ്റാഫുണ്ട്. അവർ അത്യാവശ്യം നല്ല അവർ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കൃത്യമായ രീതിയിലുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് തരും. അതിനുശേഷം നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടി അവിടെ അത്യാവശ്യം നമ്മുടെ കുരങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ഒതുക്കിയിട്ട് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ വണ്ടിയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാതെ നോക്കുക. ഇവിടെ നിന്നും നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ പോലെ എത്തും. അവിടെ നമ്മൾ നേരെ കാണുന്നതാണ് കല്ലട ഇറിഗേഷൻ്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ തെന്മല ഡാം കേട്ടോ. നേരെ കാണുന്നതാണ്. നമുക്ക് ഡാമിനകത്ത് ക്യാമറ അലൗഡല്ല, അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ആ ഭാഗത്തൊക്കെ ഒന്ന് കണ്ട് കേട്ട് നേരെ മേലോട്ട് പോകുമ്പോൾ നമുക്ക് ഗവൺമെൻറ് അണ്ടറിലുള്ളൊരു അക്വേറിയം ഉണ്ട്, പബ്ലിക് അക്വേറിയം കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കയറ്റം കയറി ഈ വഴി പോകുമ്പോഴാണ് നമ്മൾ തെങ്കാശി റൂട്ട് കേട്ടോ. തെങ്കാശിക്ക് പോകുന്ന വഴി, അതായത് നമ്മൾ ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിയൊക്കെ ഈ റൂട്ടിലാണ്. ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും അപകടം നിറഞ്ഞ റോഡാണ്. നമ്മൾ ഈ അപകടം എന്ന് എടുത്തു പറയുന്നത് എല്ലാവരിലും ഉള്ളിലൊരു അപബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഈ ഭാഗത്തൊക്കെ ഒത്തിരി അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് പോയേക്കാം എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് കേട്ടോ. അപകടം ഉണ്ടാകാതിരിക്കട്ടെ, അതാണ് നമുക്ക് എല്ലാവരുടെയും എപ്പോഴത്തും ഉള്ളൊരു ആഗ്രഹം. നമ്മളവിടെ തിരിച്ചു പോരുവാണ്. ഇപ്പോൾ ഇവിടെ തിരിച്ചു പോകുന്ന കഴിയുമ്പോഴത്തേക്കും ഉണ്ടോ ഈ ഒരു ടേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വണ്ടികൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ താഴെ നിന്ന് കയറി ചെല്ലുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ അത് കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെയാണ് ഉണ്ടോ ആ ടേണിംഗ് നിങ്ങൾ കണ്ടല്ലോ, ഒരു ഹെയർ പിൻ വളവാണത്. ഇവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അടുത്തൊരു ബെൻഡ് വരും. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളതാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജെറ്റ് പോലെ ഇറങ്ങി വരുന്ന വണ്ടികളാണ്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് കയറി ചെല്ലുന്ന ടൂറിസ്റ്റ് വണ്ടികളും ലോറികളും ഒക്കെ ശ്രദ്ധിച്ച് പോകുന്നത് എപ്പോഴും നല്ല, പ്രത്യേകിച്ച് 2 വീലേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ നേരെ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ. അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് ആ റോഡിൻ്റെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, പെട്ടെന്ന് നമുക്ക് വണ്ടി കൺട്രോൾ പോകും. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തെന്മല എക്കോ ടൂറിസം അണ്ടറിൽ വരുന്ന അഡ്വഞ്ചർ സോണാണ്. ഇവിടെയാണ് നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ഏകദേശം ഒരു 400 രൂപ ആ റേഞ്ചിൽ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണം. 150 രൂപ എക്സ്ട്രാ പാസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നും കയറിയില്ല, നമുക്ക് സമയപരിമിതിയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയാവുന്നത്. നമ്മുടെ തെന്മല ഡാം, കല്ലട ഇറിഗേഷൻ ഉണ്ട് വരുന്ന തെന്മല ഡാമിൻ്റെ ഒരു ലോങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ആ കാണുന്നതാണ് ഡാം. നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ട് നമുക്ക് അപ്പുറത്ത് പോയി ക്യാമറ അല്ലവിടെ അത് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഇത് ഇറിഗേഷൻ പ്രോജക്റ്റിനുണ്ട് വരുന്ന ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരു ഗാലറി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഒരു പാസ് എടുത്താൽ നമുക്ക് നേരെ അതിലേക്ക് കയറി അങ്ങ് പോകാൻ വേണ്ടി പറ്റും. അവിടെ ചെല്ലുമ്പം ഡാമിൽ നിന്ന് വരുന്ന ആ വെള്ളം ചാടുന്ന അതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഈ തെന്മല നമുക്ക് മേളിലേക്ക് നമ്മൾ അധികം കയറി പോയിട്ടില്ല. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത കാരണം മഴയുടെ ഒരു സാഹചര്യം, അത് കഴിഞ്ഞ് മഴ പെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പ്ലാനിങ്ങിൽ ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ മുന്നോട്ടുള്ള കാലങ്ങളിൽ നമ്മളത് എല്ലാ വീഡിയോകളും നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാക്കി കാണുമായിരിക്കും. നമ്മൾ മുമ്പേ ഒരു മുകളിൽ നിന്ന് നമ്മൾ കണ്ട വ്യൂ ആണ് അതല്ലേ. നമ്മൾ മുകളിൽ നിന്ന് കണ്ടില്ലേ ഒരു ചെക്രാം പോലെ കണ്ടത്. നമ്മൾ ആ പാലത്തെ വന്ന് കയറി ആ റോഡ് വഴി നടന്ന് നമ്മളെ വണ്ടി അപ്പുറത്ത് വെച്ചിട്ട് റബ്ബർ തോട്ടം പോലെയാണ് കേട്ടോ. നമ്മുടെ കോട്ടയം കാഞ്ഞിരപ്പള്ളി പെരുങ്ങുന്നൊക്കെ പോലെയുള്ള ഭാഗങ്ങളല്ലെങ്കിലും പക്ഷേ റബ്ബർ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റബ്ബറുണ്ട്. ഇവിടെ വന്നാൽ അത്യാവശ്യം നല്ല വെള്ളത്തിൻ്റെ നല്ല ഒഴുക്കും സൗണ്ടും കാര്യങ്ങളും, വേറെ അനാവശ്യമായിട്ടുള്ള നോയ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ട് തന്നെയാണ് മെജോറിറ്റി ആയിട്ട് നമുക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നത്. പക്ഷേ നട്ടുച്ച വെയിൽ സമയത്തൊക്കെ പോയി നിന്നാലേ നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇറങ്ങാൻ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന സമയത്ത് അവിടെ വെയിലില്ലായിരുന്നു. ഇതാണ് നമ്മൾ മേളിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ. ഇതിങ്ങനെ വളരെ ശാന്തമായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. കാരണം അത് അത്യാവശ്യം കാരണം അവിടെ അത്ര വലിയൊരു ഡാമൊന്നും അല്ലെങ്കിലും പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ആഴമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം അവിടെ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപകടങ്ങളുണ്ടാകാൻ ആരും നദിയിൽ ഇറങ്ങരുത് എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ആ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു വകുപ്പിൻ്റെ അണ്ടറിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങോട്ട് പോയി ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കരുത്. കാരണം ആവശ്യമില്ലാത്ത അപകടങ്ങളൊന്നും നമ്മളായിട്ട് വരുത്തി വെക്കാൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് ഈ നമ്മളിപ്പോൾ പല സാഹചര്യത്തിലും പല രീതിയിലും നമ്മൾ ഒരുപാട് കമ്പനികളായിട്ടും അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അത് 1-2 പേർക്കൊരു തോന്നലുണ്ടായാൽ മതി നമുക്ക്. കാരണം അവിടെ നോക്കാനായിട്ട് അങ്ങനെ അവിടെ ഗാർഡുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അപ്പോൾ ആരും ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ഭാഗങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കവർ ചെയ്ത് വിടുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ ആ ലോറികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അവിടെ നമുക്കതുകൊണ്ട് മഴ ആയിരുന്നുകൊണ്ട് നമുക്ക് ചില ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ട വന്നു.
അപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ. കാരണം ഈ ഒരു അവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ടൈപ്പ് ലോറികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഭാരത് ബെൻസൊക്കെ പോലുള്ള വണ്ടികളുടെ തന്നെ ലോങ് ജേയ്സ് ആയിട്ടുള്ള വണ്ടികളാണ്. ആ സാധനങ്ങളൊക്കെ നമുക്ക് അതൊക്കെ തമിഴ്നാട് ഡയറക്ഷനിൽ പോയിട്ട് തിരിച്ച് ലോഡും അങ്ങനെയൊക്കെ വരുന്ന വണ്ടികളാണ് കൂടുതലും. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റൊക്കെ ഇവിടെ നിന്ന് നേരെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ അറിയാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ച ഒരു വലിയ കുഴിയുണ്ടല്ലോ, അതൊന്നുകൂടെ കാണിക്കുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അത് വലിയ അധികം താമസമില്ല തന്നെ ശരിയാക്കുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം ആ ഡിലേ വന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. കുഴിയുടെ മാത്രമല്ല, ആ റോഡ് അത്തരത്തിലുള്ള റോഡാണ്. വണ്ടികൾ ഇറങ്ങി വരുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഈ ലോറികൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോറികൾ വലിയ രീതിയിലുള്ള ലോറികൾ വരും. അതൊന്ന് പ്രത്യേകം എല്ലാവരും ഒരു മൈൻഡിൽ സെറ്റാക്കി വെക്കുക എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.